ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ പൃഥ്വിരാജ് പല സിനിമകളും പിന്നീട് കാണുമ്പോൾ അത്തരത്തിലുള്ള ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് പിന്നീട് കണ്ടിട്ടില്ല. എന്തുകൊണ്ട് അതിങ്ങനെ ഒരുപാട് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ? ക്യാരക്ടേഴ്സ് ഞാനല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ തീരുമാനിക്കുന്ന അടുത്തൊരു നാടൻ കഥാപാത്രം ചെയ്യാം എന്നല്ല, അങ്ങനെയല്ല സിനിമ ചെയ്യുമ്പോൾ തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കഥകൾ കേൾക്കുന്നു, അതിൽ ഇഷ്ടപ്പെട്ട തിരക്കഥകളിൽ അഭിനയിക്കുന്നു. ഞാൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഇത് സിനിമ നല്ലതാണോ എന്നുള്ളതാണ് ആദ്യം നോക്കുക. നമ്മളൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇതൊരു നല്ല സിനിമയാകുമോ എന്നാണ് ആദ്യം ചിന്തിക്കുക. അതിനുശേഷമാണ് ശരി ഇതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ നല്ലതായിരിക്കുമോ എന്നൊക്കെ. ഞാനിപ്പോൾ അങ്ങനെ സിനിമകൾ ആയിരുന്നില്ല എൻ്റെ പ്രയോറിറ്റി എങ്കിൽ, ക്യാരക്ടേഴ്സ് ആയിരുന്നു എൻ്റെ പ്രയോറിറ്റി എങ്കിൽ ഞാനിപ്പോൾ 4-5 സിനിമകൾ അടുപ്പിച്ച് പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കില്ലല്ലോ. പക്ഷെ അതെല്ലാം വ്യത്യസ്തമായ സിനിമകളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും നല്ല സിനിമകളാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ സിനിമകൾ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായമുള്ള പല ക്യാരക്ടേഴ്സും അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അല്ലേ? അത് ഞാൻ എൻ്റെ കരിയറിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, ഫോർച്ചുനേറ്റ്ലി എന്നാണ് പറയാൻ, അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തത്. ഞാൻ 19 വയസ്സുള്ളപ്പോഴാണ് ചക്രം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. എൻ്റെ 20-ാം വയസ്സിലാണ് ഞാൻ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്നത്. എൻ്റെ 19-ാം വയസ്സിൽ തന്നെയാണ് ഞാൻ 54 വയസ്സുള്ള നീൽ എന്ന് പറയുന്ന റൈറ്ററായിട്ട് അകലെ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ അതെപ്പോഴും എൻ്റെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് ഒരു ചലഞ്ചായി നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. എനിക്കതുകൊണ്ട് അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല. അങ്ങനെ പ്രായമാവുന്നതിനെ അങ്ങനെ പേടിയോടെ കാണുന്ന ഒരാളാണ്.